കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ NIA പ്രതികളുടെ മൊഴിയെടുത്തു. രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാജ്കുമാർ, എന്താണ് ഈ പ്രതികൾ ഇത്തരത്തിലുള്ള ഒരു പണി ഒപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ നൽകുന്ന ഒരു വിശദീകരണം? കാരണം ട്രെയിൻ അട്ടിമറി ശ്രമമാണ്, വലിയ രീതിയിൽ വലിയ ദുരന്തത്തിന് ഇടയാക്കുമായിരുന്ന ഒരു സംഭവമാണ്. അതായത് പൊതുസമൂഹം വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് പാലരി എക്സ്പ്രസ്സിനെ അട്ടിമറിക്കാനായിരുന്നു. ആ സമയത്ത് കടന്നു വരുന്ന പുലർച്ചെ 3:30 കടന്നു പോകുന്ന പാലരുവി എക്സ്പ്രസ് ആയിരുന്നു ഉന്നമെന്ന് പൊതുസമൂഹം ആരോപിക്കുന്നു, വിശ്വസിക്കുന്നു. അതേസമയം പോലീസ് വളരെ ഇതിനകത്ത് നടത്തിയ ആ ഒരു അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടാനായി റൂറൽ SP നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ പ്രതികൾ പറയുന്നത് ആക്രി വിൽക്കാനായി ഇതിൻ്റെ ഈ ടെലിഫോൺ പോസ്റ്റിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് നല്ല വിലപിടിപ്പുള്ളതാണ്. സ്വാഭാവികമായും അത് കല്ലുകൊണ്ട് ഉടച്ച് അത് വേർപിരിക്കാൻ നോക്കി, നടന്നില്ല. അത് റെയിൽവേ പാളത്തിൽ വെച്ചാൽ ട്രെയിൻ കയറി അത് തകരുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കിട്ടും, അത് വിൽക്കാം എന്നായിരുന്നു പ്രതികളുടെ തീരുമാനമെന്നാണ് പ്രതികൾ പറയുന്നത്. പക്ഷേ അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണം നടത്താനും തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുമാണ് പോലീസിൻ്റെ തീരുമാനം. അതേസമയം NIA സംഘം ഈ പ്രതികളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ അട്ടിമറി ശ്രമം എന്നുള്ളൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ NIA സംഘം ഇവരെ ചോദ്യം ചെയ്തത്. അതിൻ്റെ വിവരങ്ങൾ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. അവരോടും ഈ NIAയോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പ്രതികൾ വീണ്ടും ആവർത്തിച്ചത്. മധുര ഡിവിഷനിൽ നിന്നുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലെത്തിയിരുന്നു. അവരോടും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ RPFൻ്റെ ടീമുകളും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ടീമുകളും വന്ന് ഈ പ്രതികളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വിനീഷ.